ഹായ്. അപ്പം നമ്മുടെ ജൂൺ ജൂലൈ മാസത്തിൽ നല്ല മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് പല കൃഷികളും നമുക്ക് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നുണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും നന്നായിട്ട് നമുക്ക് വിളവ് കിട്ടുന്ന ഒന്നാണ് നമുക്ക് പച്ചമുളക്, അതുപോലെ ചീനി മുളക് എന്ന് പറയും, വെള്ള കളറിലുള്ള മുളക്, അതുപോലെ കാന്താരി മുളക്. ഇതൊക്കെ നമുക്ക് മഴക്കാലത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കത് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. പക്ഷേ അതിൽ കുറച്ച് കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ ശ്രദ്ധിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് നല്ലോണം ഇതുപോലെ നമുക്ക് വീട്ടാവശ്യത്തിനാണെങ്കിലും അതുപോലെ വിത്താക്കി എടുത്തു വയ്ക്കാനാണെങ്കിലും അതുപോലെ നമുക്ക് വറ്റൽ മുളകാക്കി മാറ്റി വയ്ക്കാനും എല്ലാത്തിനും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ള എൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാനതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാം. ഒരുപാട് ടിപ്സുകൾ ഞാനിതിൽ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അതുപോലെ ഓൾ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മഴക്കാലത്ത് ചെടികൾ പെട്ടെന്ന് വളരും, പക്ഷെ നമുക്കതിൽ ബാധിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ചീനിമുളകാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ചെറിയ ചെടി തൊട്ടിട്ട് എങ്ങനെയാണ് ഇത്രത്തോളം വലുതാക്കി എടുത്തതെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചീനി മുളകിൻ്റെ ചെടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തുള്ള കൃഷിഭവനം അവിടെയൊക്കെ പോയിച്ച് നമുക്ക് കിട്ടും. ഇല്ലെങ്കിൽ നമുക്കിതിൻ്റെ വിത്തിട്ടിട്ട് നമ്മൾ ചകിരിച്ചോറിൽ ഇതുപോലെ വെക്കുകയാണ് വെച്ചാൽ നമുക്ക് ഇതുപോലത്തെ ചെടികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ ഞാൻ വിട്ടുപോയി. അപ്പോൾ അതൊരു വേറെ ദിവസം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് വിത്ത് നമുക്ക് നല്ല ആരോഗ്യത്തോടെയുള്ള ചെടികൾ ആക്കിയെടുക്കുന്നത് കേട്ടോ. ഞാനിവിടെ ഗ്രോ ബാഗിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രോ ബാഗിൽ ഞാനിവിടെ ചാണകപ്പൊടിയും അതുപോലെ തന്നെ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും കൂടി നല്ലോണം മിക്സ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതിലാണ് നമുക്ക് ഇതുപോലെ തൈ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഏകദേശം ഞാനൊരു ഗ്രോ ബാഗിൽ ഒരു 4 നട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ എല്ലാം നമുക്ക് നല്ല ആരോഗ്യത്തോടെ വരണമെന്നില്ല. അത് വേണ്ടിയിട്ടാണ് ഞാനൊരു 4 നട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം 2-3 നന്നായിട്ട് പിടിച്ച് കിട്ടും. അപ്പോൾ നമ്മൾ ഗ്രോ ബാഗിൽ വെക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഇടുന്ന എല്ലാ വളവും നമുക്കതിന് കൃത്യമായിട്ട് നമുക്ക് ആ ചെടിയിലേക്ക് വലിച്ചെടുക്കാനും അതുപോലെ തന്നെ പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ മഴക്കാലത്തൊക്കെ ചെയ്യണത് മസ്റ്റായിട്ട് നമ്മൾ മണ്ണിലൊക്കെ വെക്കുമ്പോൾ പെട്ടെന്ന് വെള്ളം കയറിയിട്ട് നമുക്കത് ചീഞ്ഞു പോകാൻ ഒരുപാട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മളിതുപോലെ ഗ്രോ ബാഗിലാക്കിയിട്ട് അധികം മഴ കൊള്ളാത്ത സ്ഥലത്ത് വേണം നമ്മളിത് വെക്കാൻ. പിന്നെ അത്യാവശ്യം സൂര്യപ്രകാശം തട്ടുന്ന സ്ഥലത്ത് വേണം. എന്നാൽ മാത്രമേ നല്ല നമുക്ക് ആരോഗ്യത്തോടെ വളരാൻ അതുപോലെ തന്നെ നല്ല കായ്ഫലം കിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 3 മാസം ആകുമ്പോഴേക്കും തന്നെ ഇതുപോലെ നന്നായി വളർന്നു വരിക, അതുപോലെ തന്നെ നന്നായിട്ട് പൂക്കാനും കായ്ക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനതിൽ ഇടയ്ക്ക് നമ്മുടെ ജൈവസറി ഞാൻ ഒഴിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ ഒഴിച്ചു കൊടുക്കാറുള്ളത് കഞ്ഞിവെള്ളത്തിൽ കടലപ്പിണ്ണാക്ക് ഞാൻ പുളിപ്പിച്ചതിന് ശേഷം അതും ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മാത്രമാണ് ഞാൻ ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 10 ദിവസം ഇടവിട്ടിട്ടാണ് ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിത് ഒരുപാട് വിളവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് വേണ്ടതും അതുപോലെ തന്നെ നമുക്ക് വിത്താക്കി വെക്കാനുള്ളതും കൂടെ ഞാനിതിൽ നിർത്തി വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് പഴുത്തതെല്ലാം നമുക്കൊന്ന് വെയിലത്തിട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ വറ്റൽ മുളകാക്കി എടുക്കാനും പറ്റും. അല്ല വെച്ച് നമുക്കിതുപോലെ ചട്നി ആണെങ്കിലും അതുപോലെ ചമ്മന്തി അരിക്കാനാണെങ്കിലും ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ അത്. അപ്പോൾ നമുക്കിത് ഉപ്പേരിക്കാണെങ്കിലും എല്ലാത്തിനും ഒരു പ്രത്യേക ടേസ്റ്റാണ്. പച്ചമുളകിനേക്കാളും എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ ഒരു മുളകാണ്. നമ്മളിതിന് വളം മാത്രം ഇട്ട് കൊടുത്താൽ പോരാ, നമുക്ക് മഴക്കാലം ആയതുകൊണ്ട് ഇതിനെ ബാധിക്കുന്ന ഒരുപാട് അസുഖങ്ങളും വരാൻ കൂടുതൽ ചാൻസാണ്. അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് ഇതിനെ ബാധിക്കുന്ന രോഗങ്ങൾ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി എന്തെല്ലാം ചെയ്യേണ്ടതെന്നും കൂടെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒന്നായിരിക്കും നമുക്ക് പച്ചമുളക് കൃഷിയില്ലെങ്കിൽ വീട്ടിൽ വെച്ചിരിക്കുന്നവർക്ക് ഇലച്ചുരുളൽ രോഗമാണ് ഇങ്ങനെ കാണാറുണ്ട്. പിന്നെ അടുത്തതായിട്ട് കാണാറുള്ളത് ഇലപ്പുള്ളി രോഗമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് മഴക്കാലത്ത് പെട്ടെന്ന് വരുന്ന ഓരോ രോഗങ്ങളാണ്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ബാധിക്കുന്നതാണ് നമുക്ക് ഇങ്ങനെ പഴം ചീഞ്ഞു പോണത്, അതായത് പച്ചമുളകിൻ്റെ തലപ്പ് ചീഞ്ഞു പോണ ഒരു അസുഖമുണ്ട്. അതുപോലെ വെള്ളീച്ചയുടെ ശല്യം വരാറുണ്ട്. അപ്പോൾ അതൊക്കെ തടയാനായിട്ട് ഞാൻ ചെയ്യുന്നത് നമുക്ക് ഒരു ബോട്ടിൽ കഞ്ഞിവെള്ളം, നല്ല പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ ഒരു 5-6 തുള്ളി വേപ്പെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം അല്പം സോഡാപ്പൊടിയും പിന്നെ ഒരല്പം ലിക്വിഡ് നമുക്ക് അതും കൂടെ ഒഴിച്ചു കൊടുക്കണം. അതിന് ശേഷം ഇതിലോട്ട് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് വെച്ചാൽ നമുക്കിതുപോലെയുള്ള രോഗങ്ങളൊക്കെ തടയാൻ പറ്റും കേട്ടോ. അപ്പം നമുക്കിത് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഗ്യാപ്പ് കൊടുക്കാണ്ട് ഇടയ്ക്കൊക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഇത് പച്ചമുളകാണ്. പച്ചമുളക് ഞാൻ വീട്ടിലേക്ക് വേണ്ട പച്ചമുളക് പറിക്കാറുണ്ട്. അപ്പോൾ കൂടുതലായതുകൊണ്ട് ഞാനിതിനെ
വറ്റൽമുളകാക്കി വെക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ വറ്റൽമുളകാക്കാൻ പലർക്കും ചെയ്യാൻ അറിയാത്തവരുണ്ടാവില്ല. അപ്പോൾ നമുക്കിതുപോലെ നന്നായി പഴുത്തതിന് ശേഷം നമ്മളിങ്ങനെ അമത്തി നോക്കുമ്പോൾ നമുക്കതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റായി തോന്നും. നമുക്കത് ഒരുപാട് ബലം തോന്നാറില്ല. നമ്മൾ പച്ചമുളക് അമത്തുന്ന പോലെ ആയിരിക്കില്ല. അപ്പോൾ ആ ഒരു പാകം ആകുമ്പോഴാണ് ഇത് കറക്റ്റ് വറ്റൽമുളകിൻ്റെ ഒരു ലെവലിൽ എത്തുക കേട്ടോ. അപ്പോൾ ആ സമയത്ത് വലിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഉണക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പച്ചയൊക്കെ ആയിട്ട് നമ്മൾ ഉണക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ നമുക്ക് വെയിലധികം കിട്ടാത്ത ടൈം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉള്ളിൽ പൂപ്പൽ വരെ കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായി ഉണങ്ങി ഇതേ ഒരു ലെവലിൽ എത്തുന്ന സമയത്ത് നമുക്കിതുപോലെ പറിച്ചിട്ട് നമ്മൾ വെയിലത്ത് വയ്ക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് വറ്റൽമുളകാക്കിയിട്ട് നമുക്ക് ചമ്മന്തി ആണെങ്കിലും സാമ്പാറിനാണെങ്കിലും എന്തിനാണെങ്കിലും നമുക്ക് പൊടിച്ചിട്ട് നമുക്ക് വീട്ടിലെടുത്ത് വയ്ക്കാനും ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ കൃഷിയൊക്കെ ചെയ്യുകയാണ് വെച്ചാൽ നമുക്ക് വീട്ടിലേക്ക് വേണ്ട മുളകൊക്കെ പൊടിക്കാനും അതുപോലെ തന്നെ നമുക്ക് കറിക്ക് വേണ്ട പച്ചമുളകും എല്ലാത്തിനും നമുക്ക് ഇവിടെ തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ ഇടയ്ക്ക് ജൈവസറി ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ പച്ചക്കറി വേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കിയ നമുക്ക് ജൈവവളം ഇട്ട് കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് മുട്ടത്തോടിൻ്റെ ഇത് പൊടിച്ചിട്ട് ലിക്വിഡാക്കിയിട്ട് അത് ഒഴിച്ചു കൊടുക്കണതും കൂടെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പച്ചമുളക് നല്ല ആരോഗ്യത്തോടെ വളരാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. അപ്പോൾ അതും എൻ്റെ ചാനലിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കയറി നോക്കാം. അപ്പോൾ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ ചെയ്ത് കൊടുത്തത് കൊണ്ട് തന്നെ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ നമുക്ക് വീട്ടിൽ സ്ഥലമില്ലാത്തവരാണോ വെച്ചാൽ നമുക്ക് ഗ്രോ ബാഗിലെങ്കിലും ഇതുപോലെ പച്ചമുളക് ചെടി അതുപോലെ തന്നെ നമുക്ക് വേണ്ട എല്ലാ മുളകും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതലും കാൽസ്യം ആവശ്യത കൊണ്ട് തന്നെ നമുക്ക് മുട്ടത്തോട് കൊണ്ടുള്ള ലിക്വിഡ് നമുക്ക് അതുപോലെ പച്ചമുളക് തക്കാളി ഇതിനൊക്കെ ഏറ്റവും യൂസ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നമുക്കിതുപോലെ ഒരു 3-4 പച്ചമുളക് തൈ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ടതും അതുപോലെ തന്നെ നമുക്ക് ഉണക്കിയെടുക്കാനുള്ളതും കൂടി കിട്ടും കേട്ടോ. അപ്പോൾ നല്ല ആരോഗ്യത്തോടെയുള്ള ചെടികൾ വേണം. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് തന്നെ നമ്മളിത് വെക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നന്നായിട്ട് പൂക്കാനും കായ്ക്കാനും ഒക്കെ തുടങ്ങുള്ളൂ. അപ്പോൾ ഏകദേശം എനിക്ക് ആഴ്ചയിൽ ഇതുപോലെ നല്ലോണം വറ്റൽമുളക് കിട്ടിക്കൊണ്ടിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം പറിച്ചെടുത്തതിന് ശേഷം എനിക്ക് ഏകദേശം നന്നായിട്ട് പൊടിക്കാനുള്ള മുളക് വരെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 1/2 കിലോ 3/4 കിലോനോളം മുളക് ഞാൻ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു പച്ചമുളകിൻ്റെ ഒരു 3-4 തൈയാണ് എൻ്റെ അടുത്തുള്ളത്. അത് വെച്ചിട്ട് എനിക്ക് നല്ലോണം പച്ചമുളക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് മഴക്കാലത്ത് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കൃഷിയാണ് കേട്ടോ ഇത്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും മസ്റ്റായിട്ട് ഇന്ന് തന്നെ പോയിട്ട് നമുക്ക് പച്ചമുളക് തൈ വെക്കുക കേട്ടോ. അപ്പോൾ നല്ല ആരോഗ്യത്തോടെ വരികയും ചെയ്യും. നമുക്ക് വെള്ളം കിട്ടി നിൽക്കാതെ ശ്രദ്ധിക്കണം. അതുപോലെ അത്യാവശ്യം വെയിലുള്ള സ്ഥലത്ത് തന്നെ വെക്കാനും ശ്രദ്ധിക്കുക. അങ്ങനെ വളരെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. നമുക്ക് നല്ല ആരോഗ്യത്തോടെയുള്ള ചെടികളും അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് പച്ചമുളക് ചെടി കിട്ടാത്തവരാണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ വാങ്ങിക്കുന്ന പച്ചക്കറിയിൽ നിന്ന് നമുക്ക് നല്ലോണം മൂത്ത മുളകിൻ്റെ വിത്ത് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ബൈ. അസ്സലാമു അലൈക്കും.